സോ ഗൈസ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇവിടെയാണ്. പുട്ട് റെസ്റ്റോ എന്ന് പറഞ്ഞ ഈ ഒരു കടയിൽ നിന്നാണ്. ഗൈസ് ആക്ച്വലി മമ്മി അബ്ബയും ഓൾറെഡി ഉള്ളിലുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ വാ ഇവിടെ നിന്ന് കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇട്ടാണ് ഇവിടെ നിന്ന് കഴിക്കാന്ന് പറഞ്ഞു. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതേ ഇരിക്കുന്നു അബ്ബ. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാ? ഇതെന്താണിത്? ബിരിയാണി. എന്നിട്ട് ചോറല്ലല്ലോ. കപ്പ ബിരിയാണി. നല്ല കപ്പ ബിരിയാണി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. എനിക്കെന്തെങ്കിലും പറയാമോ? അബ്ബ കഴിച്ചോ? ഞാൻ എന്താ ഉള്ള എങ്ങനെയുണ്ട് കപ്പ ബിരിയാണി? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എനിക്ക് ബീഫിന്റെ ടേസ്റ്റ് അല്ല, കപ്പയാണ് കിട്ടിയത്. ബീഫ് കിട്ടിയില്ല, അതാണ്. കപ്പ ബിരിയാണി. സോ ഗൈസ് ഇതുണ്ടോ ഇതിൻ്റെ ഒരു ഇന്റീരിയർ ഉണ്ടോ? നിങ്ങൾ ഇത് ടോപ്പും പടിയിലാണ് കേട്ടോ ഈ ഒരു കട. എന്താ കേട്ടോ ഉള്ള അല്ല കപ്പ അല്ലാണ്ട് എന്താ ഉള്ള? പുട്ടും പുട്ടും ബീഫും മിക്സ് കൊടുത്തോ? എങ്ങനെയുണ്ട്? ഷോ ഗൈസ് അങ്ങനെ നീണ്ട് നമ്മുടെ എത്തി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് പുട്ടും ബീഫും മിക്സാണ്. ഉള്ള കണ്ടിട്ടൊരു ഭംഗിയൊക്കെ ഉണ്ട്. നല്ല ചൂടുണ്ട്, നല്ല ഫ്രഷ് സാധനങ്ങൾ. പുക പോണ പോലെ കണ്ട ഇപ്പം ഒരു റെഡിയാക്കി എടുത്താണ് ഫ്രഷായിട്ട്. വേറൊന്നുമല്ല ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പുട്ടും ഒരു കണ പുട്ടും അതേപോലെ തന്നെ ഒരു ബീഫ് കറിയും മേടിക്കുന്ന പോലെ തന്നെ സംഭവമാണ്. അത് ഒരു മിക്സ് ചെയ്ത് തരുന്ന അത്രേ ഉള്ളൂ. പതുക്കെ നല്ല ചൂടുണ്ട്. നമുക്ക് പതുക്കെ തലോടി ഇതിൻ്റെ ആ ചൂടൊക്കെ മാറ്റാം. ചെറിയ തലോടലുകൾ നമുക്ക് ഇതിൻ്റെ ചൂട് മാറ്റാം. പതുക്കെ നമുക്കിത് കഴിച്ചു തുടങ്ങാം. വേണ്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മൊത്തത്തിൽ ക്വാണ്ടിറ്റി നോക്കി നിങ്ങൾ ജസ്റ്റ് ഒരാൾക്ക് പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി, കറക്റ്റ് ഒരാൾക്ക് പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി. സോ ഗൈസ് നല്ല മൈൽഡായിട്ടുള്ളൊരു ടേസ്റ്റുള്ള നല്ലൊരു ബീഫ്. അധികം എരിവില്ല, നല്ല മൈൽഡായിട്ടുള്ള ടേസ്റ്റ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എരിവ് അധികം പറ്റൂല ഗൈസ്. എരിവ് ഭയങ്കര ശോകമാണ് എനിക്ക്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എൻ്റെ മറ്റേ ബിരിയാണിയുടെ വീഡിയോയിൽ 1-2 പേര് എൻ്റെ അടുത്ത്, പ്രത്യേകിച്ച് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഒരു സൗണ്ട് എടുക്കണ്ടെന്ന്. പക്ഷേ ഗൈസ് അതാണ്, എനിക്ക് എരിവ് തീരെ പറ്റൂല. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ എരിവ് വളരെ കുറവാണ്. വളരെ മൈൽഡായിട്ടുള്ളൊരു എരിവ്. മാത്രമല്ല നന്നായിട്ട് ബ്ലെൻഡായിട്ടുണ്ട്. ഇതുണ്ടോ ബീഫും അതേപോലെ തന്നെ ആ പുട്ട് നന്നായിട്ട് അവർ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബീഫ് കറിയും പുട്ടും മേടിക്കാൻ കിട്ടും. ഇവിടെ അതേ സാധനം തന്നെ മൊത്തം ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് തന്നെയാണ്. ഒരു സംഭവത്തിൻ്റെ കുറവുണ്ട്, പപ്പടത്തില്ല. നമുക്ക് പപ്പടം ഉണ്ടാകുമെന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ പപ്പടം ഉണ്ടോ? ഒന്നുമില്ല. പപ്പടം തീർന്നല്ലേ? പപ്പടം ഇല്ലാണ്ട് ശരിക്കും ശോകമാണ് കഴിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ പപ്പടം മസ്റ്റാണ്, പ്രത്യേകിച്ച് പുട്ടിൻ്റെ ഒപ്പം. നമ്മൾ ഈ മട്ടാഞ്ചേരിയിലൊക്കെ ഉണ്ടല്ലോ, ഒരു രാവിലെ സമയത്തൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെ വരും. റെസ്റ്റോറൻറ്റ് ഈ കായ്ക്കട കട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഹോട്ടലുണ്ട്. അവിടെ ജസ്റ്റ് ഒരു ചെറിയ കണ പുട്ടും ഒരു പപ്പടം മാത്രമായിട്ട് ആൾക്കാർ കഴിക്കും, പിന്നെ ഒരു ചായ.
അവിടെ അങ്ങനെ മാത്രമായിട്ട് അവർ ആൾക്കാർ കഴിക്കും. കാരണം അതാകുമ്പോൾ പൈസയും കുറവാണ്, ആ ടേസ്റ്റോടുകൂടി കഴിക്കുകയും ചെയ്യാം. ബ്ലെൻഡായിട്ടുണ്ട്, നല്ല അടിപൊളി ബ്ലെൻഡായിട്ടുള്ള പുട്ടും ഇറച്ചിയും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത് ബ്ലെൻഡായിട്ടുണ്ട്. അഴുത്ത് പോണ്, വായിലിടുമ്പോൾ തന്നെ അഴുത്ത് പോണ്. ചവക്കേണ്ട ആവശ്യമേ ഇല്ല, അഴുത്ത് പോണ് വായിലിടുമ്പോൾ തന്നെ. നല്ല അഴുത്ത് പോണ്, കൽക്കണ്ടം പോലെ ഇരിക്കും. പക്ഷെ എന്നാലും ഇറച്ചി കുറവുണ്ടോ, തപ്പിയെടുക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ട് ഇറച്ചി ഉള്ളത്, വളരെ ചെറിയ ഇത് കേട്ടോ, കണ്ടോ, ചെറിയൊരു കഷ്ണമായിട്ടോ ഇറച്ചി ഉള്ളത്. ഇവിടെ ഒരു കഷ്ണം തപ്പിയെടുക്കണം ഇതിൻ്റെ അകത്ത് ഇറച്ചി. പക്ഷെ എന്നാലും ആ ഒരു ടേസ്റ്റ്, ആ കറിയുടെ ഒരു ബ്ലെൻഡ് ആ ടേസ്റ്റ് നമ്മൾ തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. മമ്മി ഇന്നതിന് മമ്മിയുടെ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് മൊത്തം തീർന്നല്ലോ. ആ, അതിൻ്റെ ഇടയ്ക്ക് മമ്മിക്കും മിറണ്ടയും കൂടി വേണം, എന്ന് പറഞ്ഞ് മിറണ്ടയും മേടിച്ചു. ഗൈസ് അമ്മേ അപ്പം എന്താ ചോദിച്ചാ? അപ്പം നല്ല കറിയാണ്. ഞാൻ വന്നപ്പോഴേക്കും അബ്ബ കഴിച്ച് കഴിഞ്ഞായിരുന്നു. അബ്ബ എണ്ണിച്ചിരിക്കണ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞായിരുന്നു. മമ്മി മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കണുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ല അബ്ബ എന്താ കഴിച്ചതെന്ന്. പപ്പടം ഇല്ല, പപ്പടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഒരാൾക്കുള്ള കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഒക്കെ ഉള്ളൂ, കഴിച്ചു കൂടുതലൊന്നുമില്ല. ഇപ്പോൾ ഞാൻ തിന്നുന്നത് ഏകദേശം ഒരു പോഷൻ മൊത്തം കഴിയാറായി. ഇല്ലില്ല, കൊണ്ടുപോയിക്കോ. നിങ്ങൾ പോണേണോ? മമ്മി അബ്ബയൊക്കെ പോണേണ് കഴിക്കാന്. ഞാൻ കഴിച്ച് കഴിയണവരിക്കണ്ടല്ലോ, അവരാണെങ്കിൽ സെപ്പറേറ്റ് വണ്ടിയിലാണ് വന്ന. അതായത് സ്കൂട്ടർ, അവരുടെ സ്കൂട്ടറിലാണ് വന്നത്. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെയാണ്. ആ, ബില്ല് കിട്ടി. ഇല്ലില്ല, അബ്ബ തന്നെ കൊടുത്തു. ഞാൻ ബില്ല് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി അബ്ബ കൊടുത്തു. ആ ശരി, ഞാനേ ബില്ല് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതാക്കി. അപ്പോൾ അബ്ബൻ്റെ അടുത്ത് നൈസായിട്ട് ബില്ല് തന്നിട്ട് നീ കൊടുത്തോളൂ. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ തന്നെ കൊടുത്തു. ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ കഴിച്ചത് ബീഫ് പുട്ട് മിക്സ്. അത് ഏകദേശം എനിക്കായത് 150 രൂപ പ്ലസ് ഒരു 12 രൂപ. അപ്പോൾ 162 സംതിങ്. അതായത് ഒരു ചായയും കൂടി 12 രൂപയും കൂടി ആയി. അത്രയാണ് എനിക്കായത്. അപ്പോൾ ഒരു 162 രൂപ ആ റേഞ്ചൊക്കെ ആയത്. പക്ഷെ കൊള്ളായിരുന്നു കഴിച്ചത്. അധികം ക്വാണ്ടിറ്റി ഒന്നുമില്ല കേട്ടോ, നോർമൽ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി. അതിന് കൂടുതലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പുട്ട് ബീഫ് മിക്സ് ഞാൻ പറയണം. ഞാനേ പുറത്തിറങ്ങിയപ്പോൾ കണ്ട വിഷ്വലാണ് കഴിച്ചത്. ഇവിടെ കിച്ചൻ്റെ ഭാഗമാണ്. ആ കേട്ടോ, കാടൻ ചിക്കനാണ്. കാടയാണ് ചിക്കൻ, കാട ചിക്കനാണ്. ഫ്രൈ, കറികൾ കണ്ടോ. ഓ, കപ്പേനോട് എനിക്ക് വലിയ എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. എനിക്ക് ഭയങ്കര ഗ്യാസ് വരും കപ്പ കഴിക്കുമ്പോൾ. പിന്നെ ഇവിടെ കറികൾ, ബീഫ്, പുട്ട്. കിച്ചൻ കണ്ട കൊള്ളാല്ലേ? കിച്ചൻ ഇങ്ങനെ കാണിക്കുന്ന ഒരു ഗ്ലാസ് ഇതിൽ വെച്ചിട്ട് കൊള്ളാം, നല്ല ആംബിയൻസ്. കുറേ പേര് രാത്രിയൊക്കെ വരുന്നുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാനും. പിന്നെ ഇവിടെ അവിടെ ഒരു ചെറിയ കസേര ഒക്കെ ഉണ്ട്, അപ്പോൾ ഇരിക്കാനും. പിന്നെ ഇവിടെ പുറത്ത് ചായ കുടിക്കാനായിട്ടും കൊള്ളാം, ഒരു റോഡിൽ. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. എൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ ഇരിക്കണം എൻ്റെ വണ്ടി കണ്ട. ഇവിടെയൊക്കെ ഇരിക്കാൻ ചെറിയ സ്ഥലവും സെറ്റപ്പ് ഒക്കെ ഉണ്ട്.
ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ.